മലപ്പുറം ജില്ലയിൽ +1 സയൻസ് സീറ്റുകൾ അധികമാണെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയിൽ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. സയൻസ് ഗ്രൂപ്പിന് മാത്രം അപേക്ഷിച്ചതിനാൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടും വിദ്യാർത്ഥികൾ അഡ്മിഷൻ ലഭിക്കാതെ പുറത്തു നിൽക്കുമ്പോഴാണ് മന്ത്രിയുടെ പ്രസ്താവന. താൽക്കാലിക ബാച്ചുകളിൽ സയൻസ് ഗ്രൂപ്പ് ഉണ്ടാകില്ലെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. മലപ്പുറം ജില്ലയിലെ 7 താലൂക്കിലും സയൻസ് സീറ്റുകൾ അധികമാണ്. എന്നാൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ സീറ്റുകളുടെ ലഭ്യത കുറവാണ് കാണുന്നത്. ഇവിടെ സയൻസ് സീറ്റ് 4431 സീറ്റ് കൂടുതലാണ്. സയൻസ് ഗ്രൂപ്പ് അധികമാണ് എന്ന് മന്ത്രി പറയുമ്പോൾ മികച്ച മാർക്ക് നേടി വിജയിച്ച മലപ്പുറത്തെ വിദ്യാർത്ഥികൾ അന്താളിച്ചു നിൽക്കുകയാണ്. MBBSനും എഞ്ചിനീയറിംഗിനും ഉൾപ്പെടെ ചേരാൻ സയൻസ് ഗ്രൂപ്പ് നിർബന്ധമായതിനാൽ മികച്ച മാർക്ക് ലഭിച്ച പല വിദ്യാർത്ഥികളും സയൻസ് ഗ്രൂപ്പിന് മാത്രമാണ് അപേക്ഷിച്ചത്. 9A+ഉം 10A+ഉം വരെ ലഭിച്ചവർക്ക് സയൻസ് ഗ്രൂപ്പിൽ മാത്രം അപേക്ഷിച്ചതിനാൽ സീറ്റ് ലഭിച്ചിട്ടില്ല. ഞാൻ മെഡിക്കൽ ഫീൽഡാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സയൻസിൽ കൊടുക്കാൻ തോന്നി. 9A+ ഉണ്ടല്ലോ, അപ്പോൾ കിട്ടുന്നുള്ള ഒരു ഇതിൽ 5 സ്കൂളെ കൊടുത്തു. റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഗ്രൂപ്പുകളിൽ ചേർന്നവർ സയൻസിലേക്ക് മാറാൻ കാത്തിരിക്കുകയാണ്. അലോട്ട്മെന്റ് ലഭിച്ചത് മറ്റ് വിഷയത്തിലാണെങ്കിലും സയൻസിലേക്ക് മാറാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ എൻട്രൻസ് പരിശീലനത്തിനും ട്യൂഷനും വരെ പോകുന്നവരുണ്ട്. ഒരാള് എന്റെ പെണ്ണ ഒരു കുട്ടിയുണ്ട്, അവൾക്ക് A+ കുറവായതുകൊണ്ട് ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഹ്യൂമാനിറ്റീസ് കൊടുത്തത്. അപ്പോൾ സയൻസിന് ട്യൂഷൻ പോകുന്നുണ്ട്. ഹ്യൂമാനിറ്റീസ് ആണ് സ്കൂൾ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ട്യൂഷന് വെറുതെ അവള് വരുന്ന ഒരു ഇതിലായി. മന്ത്രിയുടെ പ്രസ്താവനയോടെ താൽക്കാലിക ബാച്ചുകളിൽ സയൻസ് ഗ്രൂപ്പ് നൽകുന്നത് കുറയുമെന്നുറപ്പായി. സയൻസ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ലാബ് സൗകര്യം ഒരുക്കണം. ഇതിനുള്ള സാമ്പത്തിക ചെലവ് ഒഴിവാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.